നമ്മൾ ഈ വലത്തെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് KSRTCയുടെ ഒരു ഗ്യാരേജ് ആണ്. ഈ ഗ്യാരേജിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ബൈക്കുകളിലൊക്കെ ഒരു സീറ്റ് സെറ്റ് ചെയ്യുന്ന ഷോപ്പുണ്ട്. അപ്പൊ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നേരെ താഴോട്ടൊരു ചെറിയ ഇടവഴി പോലെയുണ്ട്. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഷോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലാസിക് സീറ്റ് മേക്കേഴ്സ് എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര്. ഇവിടെ ഒരുപാട് സീറ്റുകൾ ഇതുപോലെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഓർഡർ അനുസരിച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ്, മറ്റു ചിലതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മുടെ വണ്ടി സ്യൂട്ടബിൾ ആണ്, അപ്പൊ തന്നെ നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോരാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ CBZ കുറേ വർഷം പഴക്കമുണ്ട്. നമ്മൾ തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന്റെ സീറ്റ് സെറ്റ് ചെയ്യാൻ കൊണ്ടുപോയി അവർക്കൊന്നും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പിലോട്ട് വന്നേക്കുന്നത്. വളരെ പ്രൊഫഷണൽ ആയിട്ട് അവർ സീറ്റ് അഴിച്ചെടുത്തു എന്നുള്ളതാണ്. സാധാരണ സീറ്റ് അഴിക്കലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെ സൂപ്പറായിട്ട് അവർ സീറ്റൊക്കെ അഴിച്ചെടുത്തു. രാവിലെ വിളിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. സാധാരണ നമ്മളൊരു വാഹനത്തിന്റെ സീറ്റ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അവിടെ വെച്ചിട്ട് പൊക്കോട്ടോ, ഞങ്ങള് ശരിയാക്കിയിട്ട് വിളിക്കാം. ഇവിടെ അങ്ങനത്തെ ഡയലോഗൊന്നുമില്ല. നമ്മൾ രാവിലെ വിളിച്ചിട്ട് ഇതുപോലെ ഇന്നടത്തു നിന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾക്കൊരു സീറ്റ് ഇന്ന വണ്ടിക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ ആള് പറഞ്ഞു ഓക്കെ പോരെ എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെന്ന സമയത്ത് തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ദൂരെ നിന്നൊക്കെ ഇവിടോട്ട് ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ വണ്ടി വെച്ചിട്ട് പോകേണ്ടി വരും. തിരക്കൊന്നും ഇല്ലെങ്കിൽ അപ്പം തന്നെ അവരത് അഴിച്ച് സെറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി തരും. ഒരുപാട് ദൂരെ ഉള്ളവരാണെങ്കിൽ തലേ ദിവസം വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് രാവിലെ 9 മണിക്കാണ് ഈ ഷോപ്പ് തുറക്കുക. അപ്പൊ ഏകദേശം ആ ഒരു ടൈമിൽ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും, വേറെ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ വാഹനത്തിന് 2 സീറ്റും അഴിച്ചിട്ടുണ്ട്. അത് സ്പ്ലിറ്റ് സീറ്റ് ആണല്ലോ ഈ മറ്റേ CBZ-ന്റെ. അപ്പൊ അത് രണ്ടും അഴിച്ചിട്ട് അവരതിന്റെ ആ ഒരു കവറും കാര്യങ്ങളൊക്കെ ഇളക്കി കളയാണ്. നമ്മുടെ ഈ പഴയ സീറ്റ് കളഞ്ഞിട്ടല്ല അവർ പുതിയ സീറ്റ് സെറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പൊ നിങ്ങൾ അഴിച്ചെടുക്കുന്ന സീറ്റ് നിങ്ങൾ കാണുന്നില്ലേ, അതിന്റെ ആ ഒരു ബോഡിയോടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അതാണ് ഇതിന്റെ ബേസ്. അതിന്റെ മുകളിലാണ് ഇവര് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരിക. അപ്പോ ഒരു മുഴുവൻ സീറ്റ് സെറ്റ് ചെയ്യുന്ന പരിപാടിയല്ല, ഈ ഒരു ബേസ് ഇവർക്ക് ആവശ്യമാണ്. ഓൾറെഡി വണ്ടിയിലുള്ള ഒരു സീറ്റിന്റെ ഒരു ബേസ് ഉണ്ട്, ആ ബേസ് ഇവർക്ക് ആവശ്യമാണ്. അതിൽ വെച്ചിട്ടാണ് അതിന്റെ മുകളിലോട്ടാണ് ഇവര് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഈ സ്പ്ലിറ്റ് സീറ്റ് ആയതുകൊണ്ട് 2 പേർക്കും പണിയായിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ആള് നമ്മുടെ അടുത്ത സ്പ്ലിറ്റ് സീറ്റിൽ ഒരെണ്ണം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ ബേസ്, സീറ്റിന്റെ ബേസ് ഇതാണ്. ഇതിന്റെ മുകളിലോട്ടാണ് സീറ്റ് സെറ്റ് ചെയ്ത് തരുന്നത്. നമ്മൾ സീറ്റ് കവർ അടിക്കാനായിട്ട് ബൈക്കിന്റെ സീറ്റൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കടകളിൽ ഏൽപ്പിച്ച് പോകുമ്പോൾ അവർ ചെയ്തു വെക്കുന്ന ഒരു പണിയാണ്, നമുക്ക് തരുന്ന ഒരു പണിയാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൽ തന്നെ നോക്കി എത്ര കവറാ മേലേക്ക് മേലെ വെച്ചേക്കെന്ന് നോക്കി, സീറ്റ് കവറുകൾ വെച്ചിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് അവരൊരു കാര്യം നമുക്ക് സെറ്റ് ചെയ്ത് തരത്തില്ല. നമ്മൾ വഴി സൈഡിലൊക്കെ നിങ്ങളിങ്ങനെ ബൈക്കിന്റെ സീറ്റ് കവറുകൾ തൂക്കിയിടുന്ന കാണാൻ പറ്റും. അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചെന്നിട്ട് ബൈക്കിന്റെ സീറ്റ് സെറ്റ് ചെയ്യും. അപ്പൊ അവരത് പ്രോപ്പറായിട്ട് ഇതിന് മുമ്പുള്ള സീറ്റ് കവറൊന്നും കളയാതെ ഒക്കെ ആയിരിക്കും അവർ സെറ്റ് ചെയ്ത് തരിക. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 കവറുണ്ട്, 4 ലെയറിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ പല സ്ഥലത്ത് കൊണ്ടുപോയപ്പോൾ അവന്മാരൊക്കെ എന്ത് ചെയ്തെന്നറിയോ, അതിന്റെ മേളിൽ വെച്ച് പണി എളുപ്പമാക്കി. എന്നിട്ട് അവന്മാർ നമ്മളോട് പറയും നിങ്ങൾ ബുക്കോ ശരിയാക്കി തരാം. അപ്പൊ നമ്മൾ പോരും, അവിടെ മണിക്കൂറോളം അവിടെ നിൽക്കണ്ടേ. അപ്പൊ ഇതിനു വേണ്ടിയാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ബുക്കോ ശരിയാക്കി വെച്ചേക്കാമെന്ന്. അവർക്ക് ഉടായ്പ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരിടത്തും പരമാവധി നിങ്ങൾ ബുക്കോ എന്ന് പറയുന്നിടത്ത് വാഹനം കൊടുക്കാതിരിക്കുക. അങ്ങനെ നീണ്ട കുറെ പരിശ്രമത്തിന് ശേഷം ആ സീറ്റ് കവറുകളൊക്കെ അഴിച്ചെടുത്തേക്കുവാണ്. ഇനി ഒരു ലോഡ് സ്റ്റാപ്ലെയർ ഇതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇളക്കിയെടുക്കണം. അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടുന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഇരിക്കുന്ന വെള്ളമൊന്നും, അങ്ങനെയല്ല. അവരുടെ കയ്യിൽ കുടിക്കാൻ പറ്റിയ കുപ്പിവെള്ളമുണ്ട്.
ഇത് ഇവരുടെ ഇൻഡോർക്ക് എന്ന് പറയുന്ന വണ്ടിയിൽ ചെയ്തേക്കുന്ന ഒരു വർക്കാണ്, സീറ്റ് സെറ്റിംഗ്സ് ആണ്. അപ്പോൾ പല മോഡലിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്നതാണ്. അങ്ങനെ നമ്മൾ രാവിലെ വന്നതാണ്. അപ്പോൾ ഇവര് തന്നെ നമുക്ക് ചായയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു ബുള്ളറ്റുമായിട്ടൊരു ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ബുള്ളറ്റിന്റെ സീറ്റ് ആകെ പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബുള്ളറ്റിനും സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പരിപാടിയായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് സീറ്റ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുന്നൊക്കെ അകത്താണ്. ചെറിയ ചെറിയ പണികളൊക്കെ മാത്രമേ പുറത്ത് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അകത്ത്. ആ നിൽക്കുന്ന ആളാണ് ഇതിന്റെ ഓണർ, പുള്ളിയാണ് ഇവിടുത്തെ മേസ്തിരി. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ, അപ്പം ഓരോ ബിസിനസ്സിനും ഓരോ സീക്രട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനത് വീഡിയോ എടുക്കുന്ന കാര്യം ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞു, നമ്മുടെ പണി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചൊക്കെ ഒരു സീക്രട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വീഡിയോയിലൂടെ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അവരത് കോപ്പി അടിക്കുക കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുഴുവൻ വീഡിയോയും അതിന്റെ അകത്തെ ഉള്ളത് എടുത്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ചേട്ടാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെടുക്കാം. പക്ഷെ അതൊരു മര്യാദയല്ലല്ലോ. അവരുടേതായ ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് പ്രോപ്പർ ആക്കാൻ വേണ്ടിയും ഒരുപാട് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോസ് ഒന്നും ഒരുപാട് എടുത്തിട്ടില്ല. ഇതിപ്പോ വന്ന ബുള്ളറ്റിന്റെ സീറ്റ് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിലെ മൊത്തം തുരുമ്പായിരുന്നു, അതൊക്കെ അവർ ഉരച്ചു കളഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അകത്ത് നമ്മുടെ വണ്ടിയുടെ സീറ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവർ ഇതുപോലെ വെച്ച് നോക്കും, കറക്റ്റ് ആണോ, അതിന്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇതുപോലെ വെച്ച് നോക്കിയിട്ടാണ്, നമ്മളോട് അഭിപ്രായമൊക്കെ ചോദിച്ച് വെച്ച് നോക്കിയിട്ടാണ് ഇവർ ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. നമ്മൾ രാവിലെ 10:30-10:45 ആയപ്പോൾ വന്നതാണ്. അപ്പോൾ ഇപ്പൊ 1:30 ആയി, ഏകദേശം 1:30 ആയി സമയം. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഏകദേശം ഒരു ടെസ്റ്റിനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് സീറ്റ്. ഇങ്ങനെ സീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കും, ഓടിച്ചു നോക്കും എങ്ങനെയുണ്ട്, ഇരുത്തമൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ. നമ്മൾ തന്നെയാണ് ഓടിക്കുക, അവരല്ല. അങ്ങനെ ഓടിച്ചു നോക്കാനായിട്ട് നമ്മൾ വണ്ടിയെ കയറി ഇരുന്നേക്കാണ്. അപ്പോൾ ഇതിന് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, സീറ്റിന് ഹൈറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ടായിട്ടില്ല. ഹൈറ്റ് കൂടുമ്പോഴാണ് ഇതിന് ഒരു കുഷ്യൻ ഫീലിംഗ് കിട്ടുക. അങ്ങനെ നമ്മൾ രണ്ടുപേര് വണ്ടിയെ കയറി ഇരുന്നേക്കാണ്. പവറിലെ സീറ്റ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അങ്ങനെ വണ്ടി എടുത്തു. ഓൾറെഡി നമ്മളിത് പുതിയ സീറ്റ് അടിക്കുമ്പോൾ ചെറിയൊരു കംഫർട്ട് നമുക്ക് തോന്നുമല്ലോ. പക്ഷെ അതിനെ വിട്ട് കുറച്ചും കൂടി ഒരു കംഫർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കുഷ്യൻ ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ സോഫയിലൊക്കെ കയറിയിരിക്കുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടൂലേ, ആ ഫീലിംഗ് ആണ് ഇപ്പോൾ ഓടിച്ചു ടെസ്റ്റ് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്തായാലും നല്ലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും വീണ്ടും നമ്മൾ ഷോപ്പിലൂടെ തന്നെ കൊണ്ടുവന്നു. കാരണം ഇവിടെ കൊണ്ടുവരണമല്ലോ, ഇത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. എന്തായാലും വീണ്ടും കുറെ ഡിസ്കഷൻ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ കുറച്ചുകൂടെ വരുത്തേണ്ടത്, അങ്ങനെ കുറെ ഡിസ്കഷനൊക്കെ ശേഷം വീണ്ടും സീറ്റൊക്കെ ഊരിയെടുത്തു. വീണ്ടും അതിന്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുള്ളറ്റിന്റെ മുതലാളിയും CB-Z മുതലാളിയും ആ പണി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുഷ്യൻ ചെയറുകളൊക്കെ ഇല്ലേ, നമ്മുടെ ഹാളിലൊക്കെ മേടിച്ചെടുത്തില്ലേ, നല്ല പതുപതുത്ത ചെയർ മേടിച്ചെടുത്തില്ല, അങ്ങനത്തെ ചെയറിന്റെ കുഷ്യനൊക്കെ പോയി കഴിഞ്ഞാൽ അവരിവിടെ അത് സെറ്റ് ചെയ്ത് തരും. ഈ ചേട്ടൻ ഇപ്പൊ അവിടെ ഒരു നീല ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്ന ചേട്ടനല്ലേ, ആ പുള്ളി ഇപ്പൊ ഈ പോകുന്ന ആള് അതുപോലെ ഒരു ചെയറായിട്ട് വന്നേക്കാണ്. അപ്പൊ ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ആ വാഹനങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയുള്ളൂ. ഇവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് നന്നാക്കി തരുമെന്ന് പറയാൻ പറ്റത്തില്ല, അത് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ കുഷ്യൻ ചെയറുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് സൗകര്യം പോലെ ഇവർ സെറ്റ് ചെയ്ത് റെഡിയാക്കി തരും. വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാഹനങ്ങളുടെ സീറ്റ് സെറ്റ് ചെയ്യുന്ന കടകളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ അവരൊക്കെ ഈ ബുള്ളറ്റ്, ഈ ഹിമാലയൻ ബുള്ളറ്റ്, അങ്ങനെ വലിയ വലിയ വാഹനങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ സെറ്റ് ചെയ്യത്തുള്ളൂ.
ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പഴക്കം ഉള്ള വണ്ടി ഇവിടെ കൊണ്ടുവന്നാലും ആ വണ്ടിയിൽ ആ സീറ്റിന്റെ ബേസ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലോട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഇവർ സെറ്റ് ചെയ്ത് തരും. അതാണ് മറ്റുള്ള ഷോപ്പും ഈ ഒരു കടയും തമ്മിലുള്ള വ്യത്യാസം. ധൈര്യപൂർവ്വം നമുക്ക് ഏത് വണ്ടി ആയിക്കോട്ടെ, അത് എത്ര വലിയ ബൈക്കുകളായിക്കോട്ടെ, ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാര്യം നടക്കും. മറ്റുള്ള സ്ഥലത്തൊക്കെ തൃശ്ശൂർ പൂങ്കുന്നത്തൊക്കെ ഒരു കടയുണ്ട്, അവർ വലിയ വലിയ വാഹനങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. അപ്പൊ സാധാരണക്കാർക്കും ഇവിടെ സ്യൂട്ടബിൾ ആണ്, നല്ല കാശുള്ളവർക്കും ഇവിടെ സ്യൂട്ടബിൾ ആണ്. ഇതിനിടയ്ക്ക് അവർ ആ ബുള്ളറ്റിന്റെ സീറ്റിന്റെ പണിയും തീർത്തു കൊടുത്തു കേട്ടോ. 3 പേരാണ് ഇവിടെ ജോലിക്കായിട്ടുള്ളത്. നല്ല അടിപൊളി പെരുമാറ്റമാണ്. നമ്മുടെ വണ്ടിയുടെ കവർ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കുഷ്യൻ വർക്കൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 3 മണിയോട് കൂടിയിട്ട് നമ്മുടെ വണ്ടിയുടെ മുഴുവൻ പണിയും കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഒന്നുകൂടെ ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് സീറ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പോകുന്നതിന് മുമ്പ്, ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പോകുന്നതിന് മുമ്പ് കമന്റ് ചെയ്ത് ചോദിക്കാം ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന്. അപ്പൊ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് തന്നെ റിപ്ലൈ തരാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർ വരെയുള്ള യാത്രയുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. എങ്ങനെയുണ്ട്, ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്യുമല്ലേ. അങ്ങനെ കുറെ നാളത്തെ ഒരു അലച്ചിലിന് ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ സീറ്റ് സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ കുറെ അലച്ചിലിനൊക്കെ ശേഷം നമുക്ക് ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സീറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് മടങ്ങുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു CBZ സ്പ്ലിറ്റ് സീറ്റ് ചെയ്തതിന് 2700 രൂപയാണ് അയക്കുന്നത്.